ഞാനിന്ന് ഒരു തിരളി ഉണ്ടാക്കാൻ പോവുകയാണ്. ഏത്തപ്പഴം കൊണ്ടുള്ള തിരളിയാണ്. എല്ലാവരും ചെറുപഴമല്ലേ ചേർക്കുന്നത്. ഞാൻ ഏത്തപ്പഴമാണ് ചേർത്തത്. ആദ്യം എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ശർക്കര പാനി കാച്ചി അത് ചൂടാറി ചെറു ചൂടാകുമ്പോഴത്തേക്ക് അതിൽ അരിപ്പൊടി തട്ടി, പിന്നെ ഏലക്കാപ്പൊടി തട്ടി, പിന്നെ തേങ്ങ തട്ടി, നെയ്യ്, തേങ്ങ എല്ലാം കൂടി വിരവണം. നമ്മൾ ഏത്തക്ക അടിച്ച് വെച്ചിരിക്കുന്നതും കൂടി ചേർത്തിട്ട് നല്ല വിരവി നെയ്യും ചേർക്കണം. വിരവി എടുത്തതും കൊണ്ട് നമ്മൾ വയണയില, തിരളിയില എന്ന് പറയും, നമ്മൾ വയണയില എന്നും പറയും. വയണയില കൂമ്പിൾ കൂട്ടിയിട്ട് അതിനകത്ത് ഇത് വിരവിയത് വാരി വയ്ക്കും. വെച്ചിട്ട് എന്നിട്ട് അമ്പലങ്ങളിൽ ഇങ്ങനെ ചുരുട്ടി ഉണ്ടാക്കുമല്ലോ, അങ്ങനെ ചെയ്യാം. ഇതിന് എങ്ങനെ വേണം നമുക്ക് ചെയ്യാം. അങ്ങനെ എടുത്തിട്ട് പിന്നെ നമ്മൾ സ്റ്റൗവിൽ വെള്ളം വയ്ക്കും. ഇഡ്ഡലി തട്ടിലാണ് ഞാൻ വേവിച്ചത്. ഇഡ്ഡലി തട്ടിൽ വെള്ളം തിളയ്ക്കുമ്പം അതിൻ്റെ ഇത് എടുത്ത് വെച്ചിട്ട് അതിൽ നമ്മളിതെല്ലാം പറക്കി വെച്ച് അടച്ച് വേവിക്കും. വേവിച്ച് കഴിയുമ്പോഴത്തേക്ക് അത് വെന്താന്ന് നോക്കണം. നമ്മളെന്തെങ്കിലും കമ്പ ഇല ഈർക്കിലെല്ലാം ഇട്ട് അങ്ങനെ കുത്തി നോക്കണം. വെന്തെങ്കിൽ ഓഫ് ചെയ്യണം. ഇത് ഏത്തപ്പഴം കൊണ്ടുള്ള ഇതാണ്, നല്ല ടേസ്റ്റാണ് മറ്റതിനേക്കാളും. അതാണ് തിരളി ഉണ്ടാക്കിയത്. ഞങ്ങൾ അമ്പലങ്ങളിലൊന്നും പോയില്ല, അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് തിരളി ഉണ്ടാക്കി കൊടുത്തു.